ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഏവരും കാത്തിരുന്ന ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലൈവ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ നമ്മൾ പ്രോപ്പറായ ഒരു ഡേറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഏവരും കാത്തിരുന്ന കേരള PSCയുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനേഷൻ അല്ലെ. എക്സാമിനേഷൻ വന്നു. എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ എക്സാമിനേഷൻ കൊടുക്കാനുള്ള അല്ലെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി എന്നോ കഴിഞ്ഞു അല്ലെ. നമ്മളൊക്കെ അപേക്ഷ സമർപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. അതായത് രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. നിങ്ങൾക്കറിയാം 363 364 ആണ്. അപ്പൊ ഈ ഒരു കാറ്റഗറി എക്സാമിനേഷൻ രണ്ടും ഒരേ ഡേറ്റിന് തന്നെയാണ് വരുന്നത്. എപ്പോഴാണ് നമ്മൾ എക്സാമിനേഷൻ ഡേറ്റ്? 2026 ഏപ്രിൽ 25. 2026 ഏപ്രിൽ 25 നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഏപ്രിൽ 10 കൂടി നമ്മൾക്ക് അതിന്റെ ഭാഗമായുള്ള അഡ്മിഷൻ ടിക്കറ്റ് അല്ലെ, അവിടെ ഹോൾ ടിക്കറ്റ് ലഭിക്കും. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. PSCയുടെ കൺഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ഫെബ്രുവരി 26 വരെയാണ്. അപ്പൊ നമ്മളെ മനസ്സിൽ 3 ഡേറ്റുകൾ ഉണ്ടാവണം. ഒന്ന്, നമ്മളെ എക്സാമിനേഷൻ ഡേറ്റ് ഏപ്രിൽ 25, നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഫെബ്രുവരി 26, ഹോൾ ടിക്കറ്റ് വരുന്നത് ഏപ്രിൽ 10. ഈ 3 ഡേറ്റും നമ്മളെ മനസ്സിലുണ്ടാവണം. ഈ 3 ഡേറ്റും മനസ്സിലുണ്ടായാൽ മാത്രം മതിയോ? പോരാ. എക്സാമിനേഷന് വേണ്ടി പഠിക്കണം. അപ്പൊ എക്സാമിനേഷന് വേണ്ടി എങ്ങനെ പഠിക്കാം? അവിടെ ചിന്തിക്കേണ്ട കാര്യമല്ലേ അല്ലെ. അവിടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനേഷന് 100 മാർക്കിലാണ് വരിക അല്ലെ. 100 മാർക്കിലാണ് വരിക. അവിടെ കൊമേഴ്സ് പേപ്പർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. കൊമേഴ്സ് പേപ്പർ 10 മൊഡ്യൂളുകൾ, ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്കാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. 100 മാർക്കിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ ഒരു എക്സാം നമ്മൾ പറയട്ടെ, ഈ ഒരു 2 കാറ്റഗറിയിൽ ഏതാണ്ട് ഒന്നാമത്തെ കാറ്റഗറിയിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ താഴെ, ഈ 2 കാറ്റഗറിയിലും 1 ലക്ഷത്തിൽ താഴെയാണ് ആൾക്കാർ അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൺഫർമേഷൻ കൂടി കഴിയുമ്പോൾ നമുക്ക് കൺഫർമേഷൻ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് കൂടി നമുക്ക് കിട്ടും. ആ എക്സാം, അതായത് ആ എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ ലിസ്റ്റിൽ ആ ലിസ്റ്റ് കിട്ടുമ്പോൾ ഇതിൽ എന്തുണ്ടാവും? ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട 3 ഡേറ്റുകൾ, നമ്മൾ എക്സാമിന്റെ ഡേറ്റ് ആണ് ഏപ്രിൽ 25, കൂടാതെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 26. ആരെങ്കിലും നാളെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഇന്ന് തന്നെ ചെയ്യുക. കാരണം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മറ്റ് തിരക്കുകൾ വരും. ആ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകും, സ്വാഭാവികമാണ്. നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, ഇതിന് അത്ര സമയം വേണ്ട, ഏറി വന്നാൽ ഒരു 10-15 മിനിറ്റ് നെറ്റ് കണക്ട് ചെയ്യുക, നേരെ എന്ത് ചെയ്യുക? PSCയുടെ സൈറ്റിൽ പോവുക, കൺഫർമേഷൻ കൊടുക്കുക, കഴിഞ്ഞു. അപ്പോൾ അത്രയും ചുരുക്കം സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്ത് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ BCom പഠിച്ച കാര്യങ്ങൾ മാത്രമേ എക്സാമിനേഷന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി, അതായത് പ്രോബ്ലം പേപ്പർ നമുക്ക് ചോദിക്കും പോലെ ഫൈനൽ ആയിട്ട്, അതായത് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യും പോലെ ഫൈനൽ അക്കൗണ്ട് എന്ന രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ചോദിക്കാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ്. ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളോട് സാധാരണ ചോദിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഇക്വേഷൻ ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് സാധാരണയായിട്ട് ചോദിക്കുക അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാനായിട്ട് CCയിൽ നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ബാച്ചിന് ശേഷം 3ാമത്തെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാച്ചിൽ ലൈവ് ക്ലാസ്സുകളായിട്ടും അതേപോലെ റെക്കോർഡ് സെഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോർഡ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കൂടാതെ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ താഴെ നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മളെ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ, നമ്മളെ വാട്സപ്പ് ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ത്രൂ ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാം. കൂടാതെ നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളും മറ്റും തീർക്കാൻ വേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ഈ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക്, അതായത് 1 minute 1 PYQ എന്ന രീതിയിൽ ഒരു റീൽസ് കാണുന്ന സമയത്ത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത്രയും നമുക്ക് എന്താണ് സമയം ലാഭിക്കാം അല്ലെ. നമുക്ക് പഠിക്കാനുള്ള സമയം കുറച്ചുകൂടി നമുക്ക് കൂട്ടുകയും ചെയ്യാം, അടുത്ത സമയത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൂടി താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനേഷൻ പലരുടെയും സ്വപ്ന ജോലിയാണ്. നല്ല ഒരു സാലറി സ്കെയിലോട് കൂടിയാണ് ഈ ജോലി നമുക്ക് കയറാൻ വേണ്ടി സാധിക്കാം.
അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പാഴാക്കരുത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എഫേർട്ട് ഇടുക. നിങ്ങളുടെ എഫേർട്ടിലാണ് നിങ്ങളുടെ വിജയം. നമുക്കറിയാം നമ്മുടെ സെറ്റ്, അതേപോലെ നെറ്റ്, HST ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകളിൽ ഒരുപാട് വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിച്ച് പ്രാഗൽഭ്യമുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ആണ് നമ്മളെ കൂടെ ഉള്ളത്. നമുക്കറിയാം നമ്മളെ HSTയുടെ കഴിഞ്ഞാൽ 1ാം റാങ്ക് നമ്മുടെ കുട്ടിക്കായിരുന്നു. അപ്പോൾ അതിലൊക്കെ വളരെ അഭിമാനമാണ് നമുക്ക്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിൽ കൂടെ നിങ്ങളുടെ അഭിമാനം ഞങ്ങൾക്ക് ഉയർത്താൻ സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന ദിവസം ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.